ഹലോ, നമസ്കാരം. ഫിലിം ഒപ്പീനിയന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ സിനിമാ വിശേഷങ്ങൾ, സിനിമാ വാർത്തകളൊക്കെ അറിയാൻ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ട്ടോ. അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലോട്ട് പോകാം. ലാലേട്ടന്റെ ആദ്യമായിട്ടുള്ളൊരു സംരംഭമാണല്ലോ, ഒരു ഡയറക്ടോറിയൽ സംരംഭമാണല്ലോ ബറോസ് എന്ന ചിത്രം. നമുക്കറിയാം ലാലേട്ടന്റെ ആദ്യമായിട്ടുള്ള ഒരു സംവിധാന ചിത്രമായതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ലൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, ആ ഒരു ചിത്രത്തിന്റെ പുതിയ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. വളരെ ചുരുങ്ങിയ നാളുകൾ മാത്രമേ തിയേറ്ററിൽ ആ ഒരു ചിത്രം കളിച്ചുള്ളൂ എന്നുള്ളതാണ്. 23 ദിവസം മാത്രം തിയേറ്ററിൽ കളിച്ചുകൊണ്ട് OTT-യിലേക്കുള്ള ഔദ്യോഗിക അറിയിപ്പാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. കാര്യം ലാലേട്ടന്റെ ആദ്യമായിട്ടുള്ള ഒരു സംവിധാന സെറ്റപ്പ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ലൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. ഈ ഒരു ചിത്രം എന്തായാലും ലാലേട്ടന്റെ കരിയറിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഒരു സക്സസ്ഫുൾ ആവുന്ന ഒരു സിനിമയായി തന്നെ മാറും എന്നുള്ളത്. പക്ഷേ പറഞ്ഞതിനെല്ലാം വിപരീതമായിട്ടായിരുന്നു സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. കാര്യം ലാലേട്ടന്റെ ബറോസ് എന്ന സിനിമ വലിയ രീതിയിൽ ഒരു പരാജയമായില്ല എങ്കിൽ കൂടിയും ഒരു ചെറിയ രീതിയിലൊരു പരാജയ ചിത്രം തന്നെ ആയിട്ടുണ്ട്. അതിന്റെ പിന്നിലുള്ള കാരണം ചിലപ്പോൾ ഇത് കുട്ടികൾക്ക് വേണ്ടി മാത്രമായിട്ട് ഇറക്കപ്പെട്ട ഒരു സിനിമ തന്നെ ആയിരിക്കാം അതിന്റെ കാരണം എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി മലയാളത്തിന്റെ സ്വന്തമായിട്ടുള്ള മോഹൻലാലിന് ഒരുപിടി നല്ല ചിത്രങ്ങളൊന്നും ഇല്ല എന്നുള്ള വസ്തുത. കാരണം ഒട്ടുമിക്ക എല്ലാ ചിത്രങ്ങളും പരാജയ ചിത്രങ്ങൾ തന്നെ ആയിരുന്നു. അപ്പോൾ ഈ ഒരു ചിത്രമായിരുന്നു എല്ലാവരുടെയും ഒരു പ്രതീക്ഷ. കാരണം ഈ ഒരു ചിത്രത്തിലൂടെയെങ്കിലും ലാലേട്ടൻ തന്റെ കരിയറിന്റെ പീക്ക് ലെവലിലേക്ക് എത്തും എന്നൊരു പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ ആ പ്രതീക്ഷയൊക്കെ പോയി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ബറോസ് എന്ന ഈ നിധി കാക്കും ഭൂതത്തിന്റെ കഥ 3Dയിലാണ് തിയേറ്ററിൽ എല്ലാവരും ആസ്വദിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം 23 ദിവസങ്ങൾക്ക് ശേഷം തിയേറ്ററിൽ നിന്ന് മാറി OTT-യിലേക്ക് വരുമ്പോൾ അത് 3Dയിൽ നിന്ന് മാറിയിട്ട് ജനങ്ങൾ OTT-യിൽ കാണുമ്പോൾ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആവും എന്നുള്ള കാര്യത്തിൽ അറിയില്ല. ഇനി കൂടുതൽ ട്രോളുകൾ വരുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല.